സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല വൃത്തിയുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്കിന്ന് ഡള്ളായിട്ട് ടയേർഡായിട്ട് അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സ്കിൻ കെയർ ഹാബിറ്റ്സ് ആണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു ലുക്ക് യങ്. നിങ്ങൾ ടയേർഡായിട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡള്ളായിട്ടിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ഏജ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിൻ കെയർ കൊണ്ട് എങ്ങനെ ഫിക്സ് ചെയ്യാം, സ്കിൻ കെയർ നിങ്ങൾ അങ്ങനെ വരുത്തുന്ന മിസ്റ്റേക്സ് ഏതൊക്കെ അതൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, സ്കിപ്പിംഗ് സൺസ്ക്രീൻ. UV റേസ് നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും. അതായത് നിങ്ങൾക്ക് സാഗിങ്, ഡാർക്ക് സ്പോട്ട്സ്, സൺ ടാന്, റിങ്കിൾസ് ഒക്കെ വരും. സോ അതിന് നിങ്ങൾ UV റേസ് നിങ്ങളുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ഈ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ബോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം. ക്ലൗഡി ഡേയ്സിലാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള റൂമിൽ ഇരിക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത് യൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഔട്ട് ക്ലെൻസിങ് ഓർ യൂസിങ് ഹാർഷ് ക്ലെൻസേഴ്സ്. നിങ്ങൾ 2 പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ ഫേസ് കഴുകാതിരിക്കുക, എസ്പെഷ്യലി ക്ലെൻസേഴ്സ് ഒന്നും വെച്ച് കഴുകാതിരിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിലെ നാച്ചുറൽ ആവുന്ന സ്ട്രിപ്പ് ചെയ്ത് കളയാനും അതുവഴി നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. സോ അതുകൊണ്ട് നിങ്ങൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ക്ലെൻസർ, pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഹാർഷ് അല്ലാത്ത ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാം. അത് ഓവർ യൂസ് ചെയ്യരുത്. നോട്ട് മോയ്സ്ചറൈസിങ്. അതായത് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ അത് ടയേർഡായിട്ടും ഡള്ളായിട്ടും ഒക്കെ അപ്പിയർ ചെയ്യും. സോ നല്ലൊരു മോയ്സ്ചറൈസർ മോർണിംഗും നൈറ്റും യൂസ് ചെയ്യാം. ഇഗ്നോറിങ് യുവർ നെക്ക് ആൻഡ് ഹാൻഡ്സ്. അതായത് നിങ്ങൾ ഫേസിൽ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ നെക്കിനും അതുപോലെ തന്നെ ഹാൻഡ്സിനും മര്യാദയ്ക്ക് ടേക്ക് കെയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവിടെ ഏജിങ്ങിൻ്റെ സയൻസ് ഒക്കെ അറിയാം. നിങ്ങളുടെ ഫേസിനൊക്കെ ഏജായിട്ട് കാണപ്പെടുക നെക്കും അതുപോലെ തന്നെ ഹാൻഡ്സും തന്നെയാണ്. സോ നമ്മൾ നെക്കും ഹാൻഡ്സിനും പ്രോപ്പറായിട്ട് കെയർ കൊടുക്കണം. യൂസിങ് ടു മെനി ആക്റ്റീവ്സ് അറ്റ് വൺസ്. നിങ്ങൾ ഓവർ എക്സ്പോലിയേറ്റ് ചെയ്യണം. അതായത് BHA, AHA, റെറ്റിനോൾ ഇതൊക്കെ നിങ്ങൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറേ ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമെച്വർ ഏജിങ് ഉണ്ടാവും. ആവശ്യമുള്ള സിറംസ് അല്ലെങ്കിൽ ആക്റ്റീവ്സ് മാത്രം യൂസ് ചെയ്യുക. എല്ലാം ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ നിൽക്കരുത്. 2 കൂടുതൽ ആക്റ്റീവ്സ് ഒരു ടൈമിൽ യൂസ് ചെയ്തു ഒന്ന് തന്നെ യൂസ് ചെയ്യാനാണ് ഞാൻ പറയും. സ്ലീപ്പിംഗ് വിത്ത് മേക്കപ്പ്. അതായത് നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ട് ക്ലെൻസ് ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ പോഴ്സ് ക്ലോഗ് ആകും. കൊളാജന് കുറഞ്ഞ് നിങ്ങളുടെ സ്കിന്നിൽ ഡൾനെസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ വരും. സോ നിങ്ങൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ട് മാത്രം കിടക്കുക. ഡബിൾ ക്ലെൻസിങ് എന്ന് വെച്ചാൽ ആദ്യം എന്തെങ്കിലും മൈസെല്ല വാട്ടർ അല്ലെങ്കിൽ ഓയിൽ ക്ലെൻസർ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാർ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമൽ ക്ലെൻസർ ഒഴിച്ചിട്ട് ക്ലെൻസ് ചെയ്യാം. അങ്ങനെ 2 തവണ ക്ലെൻസ് ചെയ്യുന്നതാണ് ഡബിൾ ക്ലെൻസിങ്. നോട്ട് റിമൂവിങ് സൺസ്ക്രീൻ പ്രോപ്പർലി. ഇപ്പോൾ ഞാൻ മേക്കപ്പിൻ്റെ പറഞ്ഞത് സ്കിപ്പിംഗ് ഐ ക്രീം ഓർ യൂസിങ് ഇറ്റ് ടു ലേറ്റ്. അണ്ടർ ഐ ഭയങ്കര തിന്നായിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് വേഗം ഏജിങ്ങിൻ്റെ സയൻസ് അറിയുന്ന ഏരിയയാണ് അണ്ടർ ഐ ഏരിയ അവിടെ. സോ നിങ്ങൾ ഐ ക്രീം സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഐ ക്രീം യൂസ് ചെയ്യണം. നോട്ട് മാനേജിങ് സ്ട്രെസ് ഓഫ് സ്കിൻ. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ അത്രയും കൊളാജൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ബാരിയറൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങും. നിങ്ങൾ സ്ലീപ്പ് എത്രത്തോളം കുറവാണോ അല്ലെങ്കിൽ സ്ട്രെസ് എത്രത്തോളം കൂടുതലാണോ ഇതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തും കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ സ്ലീപ്പിനും സ്ട്രെസ്സിനും മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ. തിങ്കിങ് സ്കിൻ കെയർ അലോൺ വിൽ മേക്ക് യു ലുക്ക് യങ്. സ്കിൻ കെയറിനേക്കാൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റർ ആണ്. ആൻറ്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, സ്ലീപ്പിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുക, എക്സസൈസ് ചെയ്യാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഏജിനൊക്കെ നിങ്ങൾ ഒരുപാട് യങ്ങറായിട്ട് അപ്പിയർ ചെയ്യും. യൂസിങ് ഹെവി ഫ്രാഗ്രൻസ് പ്രോഡക്റ്റ്. ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അത്ര ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഭയങ്കര സ്ട്രോങ് ഫ്രാഗ്രൻസ് ഇല്ലാത്ത പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഇല്ലെങ്കിൽ അത്രയും നല്ലതായിരിക്കും. സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഫ്രാഗ്രൻസ് എന്തായാലും അവോയ്ഡ് ചെയ്യാം. നോട്ട് നോയിങ് യുവർ സ്കിൻ ടൈപ്പ്. നിങ്ങൾ സ്കിൻ ടൈപ്പ് അറിയാതെ റോങ് പ്രോഡക്ട്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ റോങ് റൂട്ടീൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്കിൻ ബാരിയറിനെ തന്നെ ഡാമേജ് ചെയ്യും. സോ സ്കിൻ ടൈപ്പും സ്കിൻ കണ്ടീഷനും ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട്. യൂസിങ് എക്സ്പയർഡ് പ്രോഡക്ട്സ്. ഇത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ, ബ്രേക്ക് ഔട്ട്, അതുപോലെ തന്നെ സ്കിൻ കെയർ എഫക്റ്റീവ് ആവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യും. യൂസിങ് റഫ് ടവൽസ് ഓർ റബ്ബിങ് യുവർ ഫേസ്.
അതായത് നിങ്ങൾ റഫായിട്ടുള്ള ടവൽസ് യൂസ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ റബ്ബ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് പാറ്റ് ഡ്രൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈ ചെയ്ത് ഫേസൊന്നും നിങ്ങൾ അങ്ങനെ ടവലൊന്നും വെച്ചിട്ട് ഡ്രൈ ചെയ്യേണ്ട, എയർ ഡ്രൈ ആയിട്ട് ഉണങ്ങിട്ട് നിങ്ങൾ ഡ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പാറ്റ് ഡ്രൈ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ക്ലീൻ ടവലാണെന്ന് ഉറപ്പ് വരുത്തുക. നോട്ട് ക്ലീനിങ് യുവർ പില്ലോ കേസസ് ആൻഡ് മേക്കപ്പ് ബ്രഷസ് റെഗുലർലി. അതായത് നിങ്ങൾ 3 ദിവസത്തിൽ നിങ്ങൾ പില്ലോ കേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മേക്കപ്പ് ബ്രഷും വേഗം ക്ലീൻ ചെയ്യുക. ഇതിലൊക്കെ ബാക്ടീരിയ ബിൽഡപ്പ് ഉണ്ടാകും. അത് നിങ്ങളുടെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടാകും. എല്ലാ ആഴ്ചയും നിങ്ങളുടെ മേക്കപ്പ് ബ്രഷസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നോക്കുക. സ്കിപ്പിംഗ് ആന്റി ഓക്സിഡൻസ് ലൈക്ക് വൈറ്റമിൻ സി. ഫ്രീ റാഡിക്കൽസിനും പൊല്യൂഷനും ഒക്കെ നിങ്ങൾ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യണം. സോ നിങ്ങൾക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ആക്റ്റീവ് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി യൂസ് ചെയ്ത്, അതുപോലെ തന്നെ അത് ഓക്സിഡൈസ് ആയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത് പിന്നെ കറക്റ്റ് കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യണം. പക്ഷേ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ മാത്രം വൈറ്റമിൻ സി യൂസ് ചെയ്യാം. വൈറ്റമിൻ സി കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഓക്കെ, സോ അത് അത്രയും കെയർഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. അതൊക്കെ ഒന്നും പറയാനില്ല. ഞാനത് വൈറ്റമിൻ സി യൂസ് ചെയ്യാറില്ല, ബിക്കോസ് എൻ്റെ ആക്നെ സ്കിന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഔട്ട് വരും. ആക്റ്റീവ് പിമ്പിൾസ് ഉള്ളപ്പോൾ നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ പാടില്ല. നോട്ട് ഹൈഡ്രേറ്റിംഗ് ഇൻറ്റേർണലി. അതായത് നിങ്ങളുടെ സ്കിന്നിൽ നമ്മൾ കൊടുക്കുന്ന മോയ്സ്ചറൈസർ അങ്ങനെ ഹൈഡ്രേഷനൊന്നും മാത്രം, അല്ലെങ്കിൽ ടോണർ സീറം അതൊന്നും മാത്രം പോരാ. നമ്മൾ ഫുള്ളൊന്നും ഹൈഡ്രേറ്റ് ചെയ്യണം. സോ ആവശ്യത്തിന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നാച്ചുറൽ ഓൾസിനെ സ്ട്രിപ്പ് ചെയ്ത് കളയും. അത് നിങ്ങൾക്ക് ഡ്രൈനെസ്സും ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കും. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൂക്ക് വാം വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വാട്ടർ തന്നെയാണ് നല്ലത്. ലെയറിങ് പ്രൊഡക്ട്സ് ഇൻകറക്റ്റ്ലി. അതായത് അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ പ്രൊഡക്റ്റ് അബ്സോർബ് ആകത്തില്ല, അതുപോലെ തന്നെ സ്കിൻ ഇഷ്യൂസ് വരും, ഇറിറ്റേഷൻ ഉണ്ടാവും. സോ തിന്നസ്റ്റ് നിന്ന് തിക്കസ്റ്റിലേക്ക് പോകുക. അതായത് ഫസ്റ്റ് ക്ലെൻസർ, ടോണർ, സീറം, മോയ്സ്ചറൈസർ, SPF. പോപ്പിംഗ് പിമ്പിൾസ് ഓർ പിക്കിങ് യുവർ സ്കിൻ. നിങ്ങൾക്ക് സ്കാറിങ്, ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ടെക്സ്ചർ ഒക്കെ ഉണ്ടാക്കും. സാലിസിലിക് ആസിഡ് കൊണ്ടോ അല്ലെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, പിക്ക് ചെയ്യാറുണ്ട്. നെഗ്ലക്റ്റിംഗ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. സ്കിന്നിന് നൈറ്റ് റിപ്പയർ ആവും. അപ്പോൾ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ സ്കിപ്പ് ചെയ്യരുത്. ഒന്നും വേണ്ട, ക്ലെൻസർ യൂസ് ചെയ്യുക, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇനി സിറംസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സിറംസോ ടോണർ എസൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നടക്കുക യൂസ്. നെക്സ്റ്റ് വൺ, അപ്ലൈങ് ടു മച്ച് പ്രൊഡക്ട്സ്. നിങ്ങളുടെ സ്കിന്നിനെ ഓവർവെൽം ചെയ്യും, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവും, പൈസ വേസ്റ്റ് ആവും, പ്രൊഡക്റ്റ് വേസ്റ്റ് ആവും. ആവശ്യത്തിന് മാത്രം പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മതി. ആവശ്യമുള്ള ടൈമിൽ, ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ, നിങ്ങളെ ഏജിനും കാര്യങ്ങൾക്കൊക്കെ ഓക്കെയാണോ, സ്കിൻ ടൈപ്പിന് ഓക്കെയാണോ ഒക്കെ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം. കോൺസ്റ്റൻ്റ്ലി ട്രൈ ന്യൂ പ്രൊഡക്ട്സ്. അത് നിങ്ങൾ പുതിയ പ്രൊഡക്ട്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് കൺഫ്യൂഷൻ ഉണ്ടാവും, സ്കിന്ന് ഡാമേജ് ആവും. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. പുതിയ ഏത് പ്രൊഡക്ട്സ് ട്രൈ ചെയ്യുമ്പോഴും സ്കിൻ അത് നോക്കിയാണോ നോക്കണം. നമ്മളതിനെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രൊഡക്ട്സ് മാറ്റിക്കളിക്കുക ചെയ്യരുത് കേട്ടോ. ഒരു കൺസിസ്റ്റൻറ്റ് റുട്ടീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ ന്യൂ പ്രൊഡക്ട്സ് ആണെങ്കിൽ അത് പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്കിപ്പിംഗ് റെഗുലർ ഫേഷ്യൽ മസാജസ് ഓർ ലിംഫാറ്റിക് ഡ്രെയിനേജ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പഫിനെസ്, അതുപോലെ തന്നെ പുവർ സർക്കുലേഷനൊക്കെ ഉണ്ടാക്കാൻ കാരണവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടോൾ ലൈക്ക് വാഷ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേഷ്യൽ മസാജസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങളെ ഈ വീഡിയോയുടെ അഭിപ്രായം, അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്നൊക്കെ പറയുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.